കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഓവർ ഡോസായി മരുന്ന കുള്ളിച്ചെന്ന് ഗാഥക്കാണെങ്കിൽ വല്ലാത്തൊരു തലക്ക് ഭാരം പോലെയൊക്കെ തോന്നുവാണ്. കാഴ്ചകളൊന്നും നേരായിട്ട് കാണാൻ പോലും പറ്റാതെ ബോധമില്ലാത്ത പോലെ ഉണ്ടോ നവീൻ്റെ റൂമിലേക്ക് കയറി വരുന്നത്. ഈ സമയം നവീൻ ഗാഥയുടെ കേൾക്കണേ, എന്തു പറ്റി, താൻ ഓക്കെ അല്ലേ? എന്താണെന്നറിയില്ല നവീൻ, എൻ്റെ തലക്കകത്തേക്ക് ഒരു ഭാരം പോലെ, എനിക്ക് നേരെ ചൊവ്വ നോക്കാൻ പോലും പറ്റുന്നില്ല. അത് ചിലപ്പോൾ മരുന്ന് കഴിച്ചതിൻ്റെ വല്ല ബുദ്ധിമുട്ടായിരിക്കും. നവീൻ, ഇവിടെ നിന്നിട്ട് ഒരു കംഫർട്ടബിൾ തോന്നുന്നില്ല. ഞാൻ കുറച്ച് നേരം പുറത്ത് നിൽക്കട്ടെ. എടോ, എന്താ കാര്യം ഇത്? തൻ്റെ മൈൻഡൊക്കെ ഒന്ന് മാറി റിഫ്രഷ് ആകാൻ വേണ്ടിയിട്ടല്ലേ മരുന്ന് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ടിപ്പോൾ വീണ്ടും പഴയ കാര്യങ്ങൾ തന്നെ പറയുവാണോ? സോറി നവീൻ, എന്നെക്കൊണ്ട് പറ്റുന്നില്ല നിൽക്കാൻ. ആ മരുന്ന് ഞാനുമായിട്ടൊന്ന് സെറ്റാവണം, അതിനെനിക്ക് കുറച്ച് ടൈം വേണം നവീൻ. അങ്ങനെ പറഞ്ഞ് ഗാഥ പുറത്തേക്ക് പോയി പുറത്തെ സോഫയിലിരിക്കുവാണ് കേട്ടോ. ഈ സമയം ഗാഥയുടെ തലക്കൊക്കെ കൈവച്ച് ഭയങ്കര ഡിസ്റ്റർബായിട്ടിരിക്കുന്നത് കണ്ടിട്ടായിരിക്കും സുമിത്ര അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം നവീനും സുമിത്രയോടൊപ്പം അവിടെ എത്തുക. അയ്യോ, എന്തു പറ്റി, മോൾക്ക് എന്താ പറ്റിയത്? അന്നേരം നവീൻ പറയണേ, ഗാഥക്ക് മരുന്ന് കഴിച്ചത് അങ്ങ് ശരിയായില്ലെന്ന് തോന്നുന്നു, വല്ലാത്ത അസ്വസ്ഥത പോലെ തോന്നുന്നുണ്ട്. അയാൾക്ക് റൂമിലിരിക്കാൻ പറ്റിയില്ല, എന്നാൽ പിന്നെ അയാൾക്ക് ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ ഇരിക്കട്ടെ എന്ന് ഞാനും കരുതി. ഈ സമയം നിർമ്മല ഉദയനും കീർത്തിയൊക്കെ വന്ന് മറിഞ്ഞു നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ട്. എന്നിട്ട് അവരവിടെ നിന്നും പോകുവാണ്. ഈ സമയം നവീനും ഗാഥയുടെ അരികിലിരിക്കണേ, ഗാഥ, താൻ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ, ഞാൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. ഈ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് നാളെ തന്നെ ഡോക്ടറെ ചെന്ന് കാണാം, മറ്റേതെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിക്കാം. താൻ നല്ലപോലെ കിടന്ന് മൈൻഡ് ഒന്ന് റിഫ്രഷ് ആക്ക്. അങ്ങനെ പറഞ്ഞ് ഗാഥയെ ആശ്വസിപ്പിക്കുവാണ് കേട്ടോ നവീൻ. പിന്നീട് കാണിക്കുന്നത് അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണനെയാണ്. അങ്ങനെ കൃഷ്ണ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴായിരിക്കും കേട്ടോ പെട്ടെന്ന് ഒരാൾ തൻ്റെ കൈ ഇപ്പോൾ കയറി പിടിക്കുന്നത് കാണുന്നത്. അന്നേരം കൃഷ്ണ പെട്ടെന്ന് തിരിയുമ്പോൾ കാണുന്നത് നവീൻ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നതാണ്. നവീനെ കാണുന്നതും കൃഷ്ണ അങ്ങ് ഷോക്കാകുവാണ്. അന്നേരം നവീൻ ചോദിക്കണേ, ഇങ്ങോട്ടേക്കാ തൻ്റെ ഒളിച്ചോട്ടം? തനിക്ക് എങ്ങനെയാണ് എന്നെ വിട്ടു പോകാൻ തോന്നിയത്? ഞാനിപ്പോൾ തേടി വന്നിരിക്കുന്നത് ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണിനെയാണ്, കൃഷ്ണനെയാണ്. ഞാൻ കണ്ടതും ഇഷ്ടപ്പെട്ടതും അറിഞ്ഞതുമെല്ലാം തന്നെയല്ലേ കൃഷ്ണ? എന്നിട്ട് എങ്ങനെയാ തനിക്ക് ഇതിൽ നിന്ന് വിട്ടുപോകാൻ പറ്റിയത്? അന്നേരം കൃഷ്ണ പറയണേ, ഞാൻ വേറൊരു വാടകക്കാരി മാത്രമാണ്. നവീൻ ആദ്യമായി കണ്ടതും പ്രണയിച്ചതും എല്ലാം ഗാഥയാണ്. കളരിക്കലെ സർപ്പശാപം മാറ്റാനായിട്ട് ഒരു വാടക നവീൻ്റെ ഭാര്യയായിട്ട് ഞാൻ അവിടെ വന്നത്. സത്യത്തിൽ നിങ്ങളെല്ലാം ചതിക്കായിരുന്നില്ല ഞാൻ ചെയ്തത്. അപ്പോൾ എന്നോട് നവീനെ ദേഷ്യമല്ലേ തോന്നേണ്ടത്? ആ സമയം നവീൻ പറയണേ, എടോ, എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത്, ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടത് എല്ലാം തന്നെയാണ്, തൻ്റെ സ്വഭാവത്തെയാണ്, തൻ്റെ നിഷ്കളങ്കമായ സംസാര രീതികളെയാണ്. എന്നിട്ട് കൃഷ്ണയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് നവീൻ പറയണേ, എടോ, എനിക്ക് താനില്ലാതെ ജീവിക്കാൻ പറ്റില്ല, തന്നെ എനിക്ക് വേണം, എൻ്റെ കുടുംബത്തിന് വേണം. വീട്ടുകാർ പറഞ്ഞതുപോലെ കുടുംബത്തിലെ സർപ്പശാപം ഉണ്ടായത് മാറ്റിയത് താനാണ്, തൻ്റെ ഭക്തിയും പ്രാർത്ഥനയും ത്യാഗവും കൊണ്ടാണ്. മുത്തശ്ശിയോട് തിരുമേനിയും സിദ്ധനും എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ, സർപ്പശാപം മാറ്റിയ ആ പെൺകുട്ടിക്ക് മാത്രമേ എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ തനിക്ക് മാത്രമല്ലേ എൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ അവകാശമുള്ളൂ. അന്നേരം കൃഷ്ണ പറയണേ, അങ്ങനെ പറയരുത് നവീൻ, ഗാഥ നല്ല കുട്ടിയാണ്, അവൾ ഒത്തിരിയധികം നവീൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അവളെ വേദനിപ്പിക്കാൻ എന്നെ കൊണ്ടൊരിക്കലും ആവില്ല. ഗാഥ എൻ്റെ സ്വന്തം അനിയത്തി തന്നെയാണ്, അവളെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു ജീവിതം എനിക്ക് വേണ്ട. അന്നേരം നവീൻ കൃഷ്ണയുടെ കഴുത്തി കിടക്കുന്ന താലി പിടിച്ചിട്ട് പറയണേ, ദേ, ഞാൻ കഴുത്തി കിട്ടിയ താലി, ഈ താലിക്ക് താൻ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ കൃഷ്ണ എനിക്ക് തന്നെ വേണോടോ, താനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നവീൻ്റെ വാക്കുകൾ കേൾക്കുന്നതും സങ്കടവും സന്തോഷമൊക്കെ കണ്ട് കൃഷ്ണയുടെ കണ്ണുകൾ നിറയുവാണ്. കൃഷ്ണ നവീനെ ചെന്ന് കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. അന്നേരം നവീനും കൃഷ്ണയെ ചേർത്ത് മുറുകെ പിടിക്കുവാണ്. പെട്ടെന്ന് തന്നെ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുവാണ് കൃഷ്ണ. അതെല്ലാം താങ്കളുടെ സ്വപ്നമാണെന്ന് കൃഷ്ണ തിരിച്ചറിയുവാണ്. തൊട്ടരികിൽ തങ്കമാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും. അന്നേരം ചെറുപുഞ്ചിരിയോടെ ആ കാര്യങ്ങൾ കൃഷ്ണ വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുവാണ്. പിന്നീട് നിർമ്മല ഉദയനും കീർത്തി ഇങ്ങോട്ട് സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ ഗാഥക്ക് മരുന്നൊക്കെ ഏറ്റതിൻ്റെ സന്തോഷത്തിലാണ് 3 പേരും. ഈ സമയം കീർത്തി പറയണേ, അമ്മേ, അവൾക്ക് ഇന്നോട്ട് വട്ടാകാൻ തുടങ്ങുമോ? എൻ്റെ മോളെ, നീ ഇങ്ങനെ ധൃതി പിടിക്കാതെ, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ. പതിയെ പതിയെ നമ്മൾ മരുന്നിൻ്റെ ഡോസ് കൂട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ദിവസം മുഴുഭ്രാന്തിയായിട്ട് അളയുന്ന അവളെ നമുക്ക് കാണാൻ പറ്റും. ഒന്നുമില്ലെങ്കിലും നമ്മൾ അവളോട് ഒരു ചെറിയ അനുകമ്പെങ്കിലും കാണിക്കണ്ടേ? മറ്റൊന്നുമല്ല, സിതാര ശ്രീനിവാസിൻ്റെ മകളല്ലേ അവളും. പതിയെ പതിയെ അവളൊരു ഭ്രാന്തിയെ മാറുന്നത് നമുക്കും കണ്ട് ആസ്വദിക്കാമല്ലോ. അത് മതി അമ്മേ. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ അവളെ നവീനും ഈ വീട്ടിലെല്ലാവരും കൂടി ചേർന്ന് പുറത്താക്കണം. ആ കാഴ്ച എനിക്ക് കണ്ടാൽ മതി. പിന്നീട് കാണിക്കുന്നത് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ശ്രീനിവാസനെയാണ് കേട്ടോ. ഈ സമയം ചേച്ചി ശ്രീനിവാസന് വേണ്ടിയുള്ള ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുവാണ്. അന്നേരം മൂർത്തിയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും. ഈ സമയം ശ്രീനിവാസ് പറയണേ, ചേച്ചി കഴിക്കുന്നില്ലേ? ഏയ്, ഞാൻ കഴിക്കുന്നില്ല, നീ കഴിക്കും. പിന്നെ ഇന്ന് നമ്മുടെ ടൗണിൽ ഉള്ള ഒരു 25 ഏക്കർ ഉണ്ടല്ലോ, അതങ്ങ് വിറ്റാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് അവിടെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അന്നേരം ചേച്ചി പറയുന്നുണ്ട്, അല്ല, ഇപ്പോൾ ബിസിനസ് തുടങ്ങേണ്ട ആവശ്യം വല്ലതുണ്ടോ? നിനക്ക് ജീവിക്കാൻ ആവശ്യമായ സമ്പത്തെല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ നോക്കി നടത്തിയ പോരെ. നീ ഇപ്പോൾ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി വന്നതല്ലേ ഉള്ളൂ.
അന്നേരം ശ്രീനി പറയണേണ്, ചേച്ചി പറയുന്നത് ശരിയാ, ജീവിച്ചു പോകാനുള്ള സമ്പത്തൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ അതുമാത്രം പോരല്ലോ, ഞാൻ എൻ്റെ മകളെ കണ്ടെത്തും. അവൾ ഏത് സാഹചര്യത്തിലാണ് എങ്ങനത്തെ ചുറ്റുപാടിലാണ് ജീവിക്കുന്നതെന്നൊന്നും അറിയില്ലല്ലോ. അവൾക്ക് വേണ്ടി എന്തെങ്കിലും ഞാനായിട്ട് കരുതി വെക്കണ്ടേ. അന്നേരം ചേച്ചി പറയണേ, നീ പറയുന്നത് ശരിയാ, നിനക്ക് അങ്ങനെയാണ് ശരിയെന്ന് തോന്നുന്നെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളൂ. മൂർത്തി, എത്രയും പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു ബ്രോക്കറെ കണ്ടുപിടിക്കണം. അത്യാവശ്യം നല്ലൊരു ബ്രോക്കർ മതി. ഇനി സ്ഥലത്തിൻ്റെ വിലയുടെ പേരിലും മറ്റും തർക്കിക്കാനോ വഴക്കിടാനോ ഒന്നും എനിക്കൊരു താല്പര്യമില്ല. അതിനെന്താ സാർ, ഞാൻ നല്ലൊരാളെ കണ്ടുപിടിച്ചോളാം. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കോട്ടോ ഒരാളങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ശ്രീനി സാറേ, അവിടെ രാധയുടെ വീട്ടിൽ രാധയുടെ കുഞ്ഞിൻ്റെ അരികിലേക്ക് ഒരു പാമ്പ് വന്നിരിക്കുക. പാമ്പ് പത്തി വിടർത്തി നിൽക്കുവാണ് കുഞ്ഞിൻ്റെ മുമ്പിൽ. രാധ പുറത്തേക്ക് പോയതാണ്. തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ ഈ കാഴ്ച കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവളിവിടെ കരഞ്ഞു വിളിച്ചിരിക്കുക. ഈശ്വര, എന്തൊക്കെയാണ് കേൾക്കുന്നത്? വേഗം വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ചേച്ചി, ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. ശ്രീനി, സൂക്ഷിക്കണേ, ചേച്ചി പേടിക്കണ്ട. അങ്ങനെ പറഞ്ഞ ശ്രീനിവാസനും മൂർത്തിയും കൂടി രാധയുടെ വീട്ടിലേക്ക് പോകുവാണ്. ഇതേസമയം കൃഷ്ണയും മോളിക്കുട്ടിയും കൂടി വഴിയിലൂടെ നടന്നു വരുമായിരിക്കും. അന്നേരം മോളിക്കുട്ടി പറയണേ, ഇന്നെനിക്ക് നല്ലൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം പൈസ തടയുന്നൊരോട്ടം തന്നെയാണ്. അങ്ങനെ അവരോരോന്നും പറഞ്ഞ് സംസാരിച്ച് വരുമ്പോഴായിരിക്കോട്ടോ ഒരു ചേട്ടൻ എന്തോ ഒരു കാഴ്ച കൊണ്ട് ഓടി പോകുന്നത് കാണുന്നത്. അന്നേരം മോളിക്കുട്ടി ചോദിക്കണേ, എന്താ ചേട്ടാ, എന്താ പറ്റിയത്? അവിടെ രാധയുടെ വീട്ടിൽ അവളുടെ കുഞ്ഞിൻ്റെ അരികിൽ ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുവാണ്. എന്ത് ചെയ്യണം എന്നറിയില്ല, എല്ലാവരും അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് കേട്ടിട്ട് കൃഷ്ണയും മോളിക്കുട്ടിയും കൂടി അങ്ങോട്ടേക്ക് ഓടുവാണ്ടോ. ഈ സമയം കുട്ടിയാണെങ്കിൽ അവിടെ പാമ്പിനെ കണ്ട് പേടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ അമ്മയും അവിടെ എത്തിയ നാട്ടുകാരും ഒക്കെ ഭയന്ന് പുറത്ത് തന്നെ നിൽക്കുവാണ്. ഈ സമയം ശ്രീനിവാസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് ശ്രീനിവാസും ആകെ ഭയന്ന് നിൽക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇവിടെ അടുത്തെവിടെയെങ്കിലും പാമ്പാട്ടിയുണ്ടോ? അറിയില്ല, അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. കുട്ടിയുടെ തൊട്ട് മുമ്പിൽ തന്നെ പാമ്പുണ്ട്, അപകടമാണ്, ഞാൻ കയറിയാലോ? അന്നേരം മൂർത്തി തടയണേ, അയ്യോ അത് വേണ്ട സാർ, നമുക്ക് പാമ്പാട്ടിയെ വരുത്തിക്കാം. ഈ സമയത്തായിരിക്കോട്ടോ കൃഷ്ണയും മോളിക്കുട്ടി അങ്ങോട്ടേക്ക് വരുന്നത്. അയ്യോ ഒന്ന് മാറിക്കഴ, ഈശ്വര, ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. അന്നേരം ശ്രീനിവാസ തടയണേ, മോളെ ഇതെങ്ങോട്ടാ, പാമ്പില്ലേ നിൽക്കുന്നത്, അപകടമാണ്. അന്നേരം കൃഷ്ണ പറയണേ, ഇങ്ങനൊരു കാഴ്ച കണ്ടിട്ട് എങ്ങനെ നോക്കി നിൽക്കുക? അങ്ങനെ പറഞ്ഞ് കൃഷ്ണാകത്തേക്ക് കയറി പോകുവാണ്. എന്നിട്ട് ആ പാമ്പിൻ്റെ അരികിൽ നിന്ന് കണ്ണുകളടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഈ സമയം പെട്ടെന്ന് പാമ്പ് മറ്റൊരു ഉപദ്രവം ചെയ്യാതെ അവിടെ നിന്നും എഴിഞ്ഞു പോകുവാണ്. അതുകൊണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ കൃഷ്ണ കുട്ടിയും കൂട്ടി അമ്മയുടെ അരികിലെത്തുവാണ്. കുഞ്ഞിനെ കാണുന്നതും അമ്മ ഓടി വന്ന് അതിനെ കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. എന്നിട്ട് കൃഷ്ണയോട് നന്ദി പറയണേ, മോളെ 1000 നന്ദിയുണ്ട്, എൻ്റെ മോളെ നീ രക്ഷിച്ചു, സ്വന്തം ജീവൻ പോലും നോക്കാതെ. ഇതിന് ഈ ജന്മം മുഴുവൻ നിന്നോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കും. പിന്നീട് കൃഷ്ണനെ മോളിക്കുട്ടീനെ കണ്ട് സംസാരിക്കുവാണ്ടോ ശ്രീനിവാസൻ. ശ്രീനിവാസനാണെങ്കിൽ ആകെ അങ്ങ് അത്ഭുതപ്പെട്ട് നിൽക്കുക. എന്നാലും മോളെ സമ്മതിച്ചിരിക്കുന്നു, അത്രയും പേരോടെ ഉണ്ടായിട്ടും ആ പാമ്പിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നില്ല. കുട്ടിയെ രക്ഷിക്കാൻ മോള് കാണിച്ച ധൈര്യം അതിനെ നമിക്കാതെ പറ്റില്ല. മോൾക്ക് നാഗദൈവങ്ങളുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ അത്രയും ഉഗ്രവിഷയമുള്ളൊരു സർപ്പം മോളുടെ മുമ്പിൽ എത്ര അനുസരണയോടെയാണ് അവിടെ നിന്ന് മാറിപ്പോയത്. അന്നേരം മോളിക്കുട്ടി പറയണേ, സത്യം പറയാലോ സാറേ, ഇവൾക്ക് എന്തോ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അന്നേരം കൃഷ്ണ പറയണേ, ഇനി ഇങ്ങനെ പറഞ്ഞു നടക്ക്, എന്നിട്ട് വേണം ആൾക്കാർ ഇനി എന്നെ ഈ കാര്യം പറഞ്ഞ് ഓരോ ജോലിക്ക് വിളിക്കാനായിട്ട്. എൻ്റെ ലോട്ടറി കച്ചവടം നീ പൂട്ടിക്കുമോ? അന്നേരം ശ്രീനിവാസം പറയണേ, നാഗങ്ങളെ ആരാധിക്കുന്ന ഒരു കുടുംബമായിരുന്നു എൻ്റേത്. മോളുടെ കുടുംബത്തിലും അങ്ങനെ എന്തെങ്കിലും ആചാരമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിലേ നാഗദൈവങ്ങളുമായിട്ട് എന്തോ ഒരു ബന്ധം മോൾക്കുണ്ട്, അതിൻ്റെയാ ഈ കഴിവുകളെല്ലാം മോൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനേ എന്താണെങ്കിലും കൊച്ചിയിലെ സിറ്റിയിലേക്കൊന്ന് പോകാൻ ഇറങ്ങിയിരിക്കുമായിരുന്നു. അവിടെ എനിക്ക് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് എൻ്റെ മോളെ കണ്ടുപിടിക്കണം. അന്നേരം കൃഷ്ണ പറയണേ, സിറ്റിയിലോ? കൊച്ചിയിലായിരുന്നോ? ഞാനും അമ്മയും ഇത്ര നാൾ കൊച്ചിയിലായിരുന്നു, പിന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ആണോ? എന്നാൽ ശരി മോളെ, കാണാം. അങ്ങനെ പറഞ്ഞ് ശ്രീനിവാസൻ അവിടെ നിന്നും പോകുവാണ്. അന്നേരം മോളിക്കുട്ടി പറയണേ, പാവമാണ് ശ്രീനിവാസ സാറിൻ്റെ മകളെ നഷ്ടപ്പെട്ടതേ ഒരു വലിയ കഥയാണ്. സാറിൻ്റെ ഭാര്യ പ്രസവിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നു. അന്നേരം ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം? എങ്ങനെയാണ് മോളെ നഷ്ടപ്പെട്ടത്? അത് പിന്നെ അയ്യോ, എനിക്കെപ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു ഓട്ടോ ഇപ്പോൾ ഉണ്ട്. സംസാരിച്ച് ഞാനത് മറന്നു, നീ വന്ന് വേഗം വണ്ടി കയറ് എന്നും പറഞ്ഞ് കൃഷ്ണനെയും കുട്ടി അവിടെ നിന്നും പോകുവാണ് കേട്ടോ മോളിക്കുട്ടി. പിന്നീട് മൂർത്തിയുടെ ഫോണിലേക്ക് ഒരു അപരിചിതം വന്ന് സംസാരിക്കുവാണ്. അയാളുടെ മുഖമൊന്നും നമ്മൾ വ്യക്തമാക്കുന്നില്ല കേട്ടോ. അന്നേരം മൂർത്തിയോട് ശ്രീനിവാസിൻ്റെ കാര്യങ്ങൾ തിരക്കുക. ആ സമയം മൂർത്തി പറയണേ, ശ്രീനിവാസ് ഇപ്പോൾ കൊച്ചിയിലേക്ക് പോയിരിക്കുക, മകളെ കണ്ടെത്താനാണ് പോലും. എന്നോട് വരണ്ടെന്ന് പറഞ്ഞിരിക്കുവാണ്. പിന്നെ അതുമാത്രമല്ല, അവിടുത്തെ ഒരു 25 ഏക്കർ സ്ഥലം വിറ്റ് എന്തൊരു ബിസിനസ് തുടങ്ങാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. അന്നേരം അയാൾ പറയണേ, അതെനിക്ക് അപകടമാണല്ലോ. ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന സ്ഥിതിക്ക് എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടി പോകാൻ പറ അയാളോട്, അല്ലെങ്കിൽ വെറുതെ എനിക്ക് പണിയാക്കരുത്. അപകടം പിന്നാലെ തന്നെ ഉണ്ടെന്ന് അയാൾക്കൊരു മുന്നറിയിപ്പ് കൊടുത്തേക്കും. ശ്രീനിവാസ പഴയ പ്രതാപത്തിൽ വന്നാൽ അത് പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടാവും. അതില്ലാതാക്കാൻ എനിക്ക് ചിലപ്പോൾ അയാളുടെ ജീവൻ വരെ എടുക്കേണ്ടി വരും. അങ്ങനെ പറഞ്ഞ് മൂർത്തിയോട് സംസാരിക്കുവാണ്ടോ അയാൾക്കും മൂർത്തിക്കും തമ്മിൽ എന്തോ ചില ഇടപാടുകളൊക്കെ ഉണ്ട്. പിന്നീട് കാണിക്കുന്നത് നവീൻ ഗാഥയും കൂട്ടി വീണ്ടും സൈമണെ കാണാൻ എത്തുവാണ് കേട്ടോ. അന്നേരം നവീൻ ഗാഥയുടെ കണ്ടീഷനെ കുറിച്ചൊക്കെ പറയണേ.
ഈ സമയം ഗാഥ പറയുന്നുണ്ട്, സോറി ഡോക്ടർ, ഇതിനു മുമ്പ് ഞാൻ വന്നപ്പോൾ മോശമായിട്ട് സംസാരിച്ചു. അതൊന്നും ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല. ഇപ്പം എന്നാണെങ്കിലും ഗാഥ മരുന്നൊക്കെ കഴിക്കാൻ തയ്യാറായില്ലേ? ഗാഥക്കും ഒരു ചേഞ്ച് വേണമെന്ന് തോന്നിയില്ലേ? അത് തന്നെ വലിയൊരു കാര്യം. അന്നേരം ഗാഥ പറഞ്ഞേ, സത്യം പറയാലോ ഡോക്ടർ, ആ മരുന്ന് കഴിച്ച് കഴിയുമ്പോൾ തലക്കൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അന്നേരം ഡോക്ടർ പറയണേ, അങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോ. ഇനി അത് ഓവർഡോസ് വല്ലതാണോ കഴിച്ചത്? അല്ല ഡോക്ടർ. ശരി, എന്നാണെങ്കിലും ആ മരുന്നുകൊണ്ട് ഗാഥക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റെന്തെങ്കിലും മരുന്നും കൂടി റെക്കമെൻഡ് ചെയ്യാം. വേറൊരു മരുന്ന് ചെയ്താൽ ഇനി മുതൽ അത് കഴിച്ചാൽ മതി. പിന്നെ നിങ്ങളോട് രണ്ടുപേരോടും എനിക്ക് പറയാനുള്ള കാര്യം, ഗാഥയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നവീനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നവീൻ ഗാഥയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി സൗമ്യമായ രീതിയിൽ തന്നെ അത് പരിഹരിച്ച് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ തീർത്ത് മുന്നോട്ട് പോവുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പോലുമില്ല. നിങ്ങൾ രണ്ടാളും പരസ്പരം ഒത്തിരിയധികം സ്നേഹിക്കുന്നുണ്ട്. സാധാരണ എൻ്റെ മുമ്പിൽ വരുന്നവർ ഇരുധ്രുവങ്ങളിലായിരിക്കും. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ജീവനേക്കാളേറെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഡോക്ടറുടെ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് കേട്ടോ നവീനും ഗാഥയും. പിന്നീട് കാണിക്കുന്നത് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന മോളിക്കുട്ടീനെയും കൃഷ്ണേനെയുമാണ്. അന്നേരം മോളിക്കുട്ടി പറയണേ, കൃഷ്ണേ നീ എവിടെ ഇറങ്ങിക്കോ, ഇതേ ഇവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ നിന്ന് ഇപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞ് കുറേ ആൾക്കാർ വരും, അത്യാവശ്യം കച്ചവടമൊക്കെ നടക്കും. എന്നാൽ ശരി എന്ന് പറഞ്ഞ് കൃഷ്ണ ഇറങ്ങാൻ നേരത്തായിരിക്കട്ടെ ഫോൺ താഴത്തേക്ക് വീണു പോകുന്നത്. ഫോൺ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൃഷ്ണയുടെ താലിമാല ഓട്ടോറിക്ഷയുടെ ആ മീറ്ററിൽ കൊടുങ്ങുവാണ്. അന്നേരം താലി കണ്ട് ഞെട്ടലോട് കൂടി നിൽക്കുവാണ് കേട്ടോ മോളിക്കുട്ടി. അങ്ങനെ മോളിക്കുട്ടിയുടെയും കൂടി സഹായത്തോടെ കൃഷ്ണ അതിൽ നിന്ന് താലി പതിയെ വിടിപ്പിച്ചെടുക്കുവാണ്. പെട്ടെന്നായിരിക്കും മോളിക്കുട്ടി തൻ്റെ താലി കണ്ടെന്ന് കൃഷ്ണയും തിരിച്ചറിയുന്നത്. അങ്ങനെ ഞെട്ടലോട് കൂടി നിൽക്കുന്ന കൃഷ്ണയെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് കൃഷ്ണയുടെ താലി കണ്ട് മോളിക്കുട്ടി എന്നെ ചോദ്യം ചെയ്യുവാണ്. നിൻ്റെ വിവാഹം കഴിഞ്ഞതാണോ? ആരാ നിൻ്റെ ഭർത്താവ്? എന്നാ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അന്നേരം കൃഷ്ണ തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുവാണ്. ഗാഥയ്ക്ക് പകരം നവീൻ്റെ ഭാര്യയായിട്ട് കളരിക്കലെത്തിയതും അവിടുത്തെ ശാപം മാറ്റിയതും പിന്നീട് അവരെല്ലാവരും കൂടി തന്നെ അവിടെ നിന്ന് ഓടിച്ചുവിട്ട കാര്യങ്ങളും എല്ലാം പറയുവാണ് കേട്ടോ. അതെല്ലാം കേട്ടിട്ട് മോളിക്കുട്ടി പറയണേ, നീ പറയുന്ന സിത്താര മാഡമുണ്ടല്ലോ, അവരത്ര നല്ല ആളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഒരു വിധത്തിൽ അവർ നിൻ്റെ ജീവിതം നശിപ്പിക്കുകയല്ലേ ചെയ്തത്, എന്നിട്ട് നീ അവരെ സപ്പോർട്ട് ചെയ്യുവാണോ? പിന്നീട് കാണിക്കുന്നത് കൊച്ചിയിലെത്തിയ ശ്രീനിവാസൻ അവിടെയുള്ള തൻ്റെ പരിചയക്കാരനുമായിട്ട് സംസാരിക്കുന്നതാണ്. അങ്ങനെ അയാളോട് ശ്രീനിവാസൻ പറയണേ, എൻ്റെ ജീവിതത്തിലെ 20 വർഷം വെട്ടിമാറ്റിയ ആ ശത്രു ആരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ജീവിതത്തിൽ എനിക്ക് നഷ്ടമായതെല്ലാം തിരികെ നേടണം. ആദ്യം തന്നെ എനിക്ക് ചെയ്യാനുള്ളത് എൻ്റെ മോളെ കണ്ടുപിടിക്കലാണ്. ഇത്ര നാൾ കൊടുക്കാൻ പറ്റാതെ പോയ സ്നേഹം മുഴുവൻ അവൾക്ക് കൊടുക്കണം. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ആ ഒരു സിനിമയ്ക്കാണ് പ്രമുഖർ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്